അവയവദാനത്തിൻ്റെ പുറകിൽ നടക്കുന്ന കൊടും തട്ടിപ്പിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം ജീവൻ വയ്ക്കുകയും ഉടൻ സജീവമാകുകയും ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളുമുള്ള നമ്മുടെ നാട്ടിൽ ഇതും അങ്ങനെ തന്നെയാണ്. വൃക്ക കച്ചവടക്കാരനായിട്ടുള്ള സാബിത് നാസറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് കോടിക്കണക്കിന് രൂപയുടെ അവയവദാന തട്ടിപ്പുകൾ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലടക്കം നടക്കുന്നതെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വന്നത്. ഇറാനിലെ ഫരീദ് ഖാൻ ആശുപത്രിയിൽ ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഹൈദരാബാദ്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും കൂടാതെ ഈ കേരളത്തിൽ നിന്ന് പോലും പണം വാഗ്ദാനം നൽകി ആളുകളെ എത്തിച്ച് വൃക്കയും കരളും അനുബന്ധ മറ്റു ശാരീരിക അവയവങ്ങളും കവർന്നെടുക്കുന്ന വിവരങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ദാരിദ്ര്യം മുതലെടുത്താണ് അവയവ മാഫിയ സംഘം ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരി പഞ്ചായത്തിലുള്ള തീരദേശ മേഖലയിൽ നിന്ന് മാത്രം 7 പേർ ഈ കഴിഞ്ഞ നാളുകളിൽ അവയവദാന മാഫിയയുടെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ട്. ലോകത്തെ സമ്പന്നരായിട്ടുള്ളവർക്ക് അവയവമാറ്റം നടത്തുന്ന ഒരു ഹബ്ബ് കൂടിയാണ് ഇറാനിലെ ആശുപത്രികൾ. ദാതാവിനും ഇടനിലക്കാരനും ലക്ഷങ്ങൾ ലഭിക്കുന്ന ഈ അവയവമാറ്റ ഇടപാടിൽ ഇനിയും ധാരാളം പേർ പെട്ടിട്ടുണ്ടാവുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇപ്പോഴത്തെ അറിവനുസരിച്ച് ഇത്തരത്തിൽ ഇവിടെ നിന്നും കൊണ്ടുപോയ പലരും നാളുകളായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നാണ്. ഇവരാരെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെയാണ് കേരളത്തിൽ നടക്കുന്ന അവയവദാന തട്ടിപ്പിനെയും അതിന് പിന്നിലെ വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കേരളത്തിലെ 3 പ്രധാന ആശുപത്രികളിലാണ് ഇത്തരത്തിലുള്ള അവയവമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. അതിൽ 99% ഇടനിലക്കാർ വഴി തന്നെയാണ് ദാതാക്കൾ എത്തുന്നതും. ഇങ്ങനെയുള്ള ആശുപത്രികളിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർക്കുള്ള ഡയാലിസിസ് നടക്കുന്ന ഇടങ്ങളിൽ രോഗിയുടെ ബന്ധുമിത്രാദികൾ ഇരിക്കുന്ന ആ കൂട്ടത്തിൽ ഇത്തരം ഇടനിലക്കാർ അവിടെ അങ്ങനെ ബോധപൂർവം തന്നെ പോയിരുന്ന് തൻ്റെ കൈവശമുള്ള ഫോൺ അത് സ്വിച്ച് ഓഫ് ചെയ്തോ അല്ലെങ്കിൽ സൈലൻ്റ് ആക്കിയോ വെച്ചിട്ട് തൻ്റെ ഫോണിലൂടെ മറ്റാരോടോ സംസാരിക്കുന്നത് പോലെ അങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്നതാകട്ടെ കിഡ്നിയെയും കരളിനെയും ഒക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. വൃക്ക നൽകാൻ തങ്ങളുടെ കയ്യിൽ ആളുണ്ടല്ലോ, ഏതു തരത്തിലും മാച്ചാകുന്നത് തങ്ങളുടെ കൈവശമുണ്ടെന്ന് അങ്ങനെയുള്ള ആ ഉറക്കെയുള്ള സംസാരം അത് രോഗികളുടെ ബന്ധുക്കൾ കേൾക്കുന്ന തരത്തിലായതുകൊണ്ട് അരികിലുള്ള ആ ഏജൻറ്റിനോട് തങ്ങളുടെ ബന്ധുവിന് യോജിക്കുന്ന കിഡ്നി ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണം തീർച്ചയായും അവർ നടത്തുമെന്ന് ഉറപ്പാണ്. അതിസമ്പന്നരില്ലാത്ത ആളുകളാണ് കൂടുതൽ ഈ തട്ടിപ്പിനിരയാകുന്നത്. ചില ഏജൻറ്റുമാരെ ആശുപത്രി അധികൃതനെ അവരിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും. എന്നാൽ ചില ഏജൻറ്റുമാർ പണം കൈപ്പറ്റിയതിന് ശേഷം പിന്നീട് വിളിച്ചാൽ പോലും കിട്ടാത്ത തരത്തിൽ വളരെ സമൃദ്ധമായി കബളിപ്പിക്കുന്നവരുമുണ്ട്. ദാതാക്കൾ ഏറ്റവും അടുത്ത ബന്ധുക്കളോ സ്വന്തക്കാരോ ആവണമെന്ന ആ നിയമം നിലവിലിരിക്കെ ഇങ്ങനെ പുറത്തുള്ള ആളുകളുമായിട്ടുള്ള കരാറിൽ പരാതിയുമായി മുന്നോട്ട് പോകുവാൻ സാധ്യമാവാതെ അങ്ങനെ നിസ്സഹായരായി പോകാറാണുള്ളത്. എന്നാൽ അവയവം ആവശ്യമുള്ളവരിൽ നിന്നും പണം കൈപ്പറ്റുന്ന മറ്റ് ഏജൻറ്റുമാർ അതിദാരിദ്ര്യമുള്ളവരെ അങ്ങനെ കണ്ടുപിടിച്ച് വലിയ തുക വാഗ്ദാനം ചെയ്ത് തങ്ങളുടെ ഇടത്തേക്ക് എത്തിച്ച് അങ്ങനെ മാസങ്ങളോളം അവർ താമസിപ്പിക്കും. പലതരം ടെസ്റ്റിൻ്റെ പേരിലാണ് ഇവരെ ഇത്തരത്തിൽ വിളിച്ചു വരുത്തുന്നത്. ഈ അത്തരത്തിലുള്ള ആളുകൾ ദാതാക്കൾ സ്ത്രീകളാണെങ്കിൽ അവർ ദൂരെയുള്ളവരാണെങ്കിലോ ദിവസങ്ങളോളം ഏജൻറ്റ് പറയുന്നിടത്ത് അവരുടെ കൂടെയുള്ളവർക്ക് താമസിക്കാൻ സാധ്യമല്ലാത്തതിനാൽ പലരും ഏജൻറ്റിനെ വിശ്വസിച്ച് ദാതാവായിട്ടുള്ള സ്ത്രീകളെ അങ്ങനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ആദ്യം തങ്ങളുടെ കുടുംബത്തോടൊപ്പം താമസിപ്പിക്കുന്ന ഏജൻറ്റ് ഈ സ്ത്രീകളെ പിന്നീട് മറ്റ് ഹോട്ടൽ മുറികളിലേക്ക് മാറ്റുകയും ചെയ്യും. അങ്ങനെ ദിവസങ്ങളോളം ഇവരുടെ കൂടെ കഴിയേണ്ടി വരുന്ന സ്ത്രീകളെ പണവും ജോലിയുമൊക്കെ വാഗ്ദാനം ചെയ്ത് ഏജൻറ്റും അവരുടെ സഹായികളും ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ കെണിയിൽ വീണ സ്ത്രീകൾ പരാതിയുമായി രംഗത്ത് വന്ന് പറഞ്ഞിട്ടുള്ളത്. എറണാകുളത്തെ ഒരു ഏജൻറ്റ് വൃക്ക ദാനം ചെയ്യുമ്പോൾ നൽകാമെന്ന് പറഞ്ഞ തുകയിൽ മുഴുവൻ തന്നില്ല എന്നും ആ പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ പനങ്ങാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഏജൻറ്റിൻ്റെ സ്വാധീനത്താൽ പോലീസ് പരാതി മുക്കിക്കളഞ്ഞുവെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര അവയവ കച്ചവടത്തിൻ്റെ വാർത്തകൾ പുറത്തു വന്നതോടെയാണ് കേരളത്തിലെ ഇത്തരം ചൂഷണങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മുൻപ് വൃക്ക വിൽക്കാൻ വന്ന ആളുകളാണ് പലരും പിന്നീട് ഏജൻറ്റുമാരായി മാറിയിട്ടുള്ളത്. ഇത്തരത്തിൽ വിൽപ്പന നടത്തിയ സ്ത്രീകളിൽ ചിലർ ഇപ്പോൾ ഏജൻറ്റുമാരായി മാറിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണത്തോടൊപ്പം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും കൂടി വരുമ്പോൾ ഈ അവയവദാന റാക്കറ്റുകളെയും പിന്നെ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.